എത്ര നല്ല നല്ല കുടുംബങ്ങളെന്ന് പെണ്ണ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്തായി സിദ്ദീഖിന്? പഠിപ്പില്ല എന്ന കാരണം കൊണ്ട് ഒക്കെ തട്ടിത്തെറിച്ച് പോവല്ലേ. ഇന്റെ കുട്ടിക്ക് പറ്റിയ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിനെ കിട്ടിയാ മതിയായിരുന്നു. നമ്മൾ ആ കല്യാണ ബ്രോക്കർ ബാപ്പുട്ടിനോട് വരാൻ പറഞ്ഞിട്ട് ഇതുവരെ കാണില്ലല്ലോ. ഒരു മണവാള ചെറുക്കൻ ഒരുങ്ങതിനെക്കാട്ടിലും ഒരുക്ക ഈ ബാപ്പുട്ടിക്ക്. തമിഴ് സിനിമയിലെ രജനികാന്താണ് അവന്റെ വിചാരം. വണ്ടി വിടണ നിർത്ത്. എത്ര പൈസ? 25. അല്ല, ഇത് കുറച്ച് ഏറെ തന്നെയാണല്ലോ ചങ്ങായി. എനിക്ക് ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. നടക്കൂല ആചാര്യ, നടക്കൂല. നിങ്ങളെ മകന് ഇന്ത്യയിൽ ഒരു പെണ്ണിട്ട് തോന്നണില്ല. നമുക്ക് ഇനി മദ്രാസും ശ്രമിച്ചോ. ആ ടാത്തിക്ക ഒരു ഗ്ലാസ് ചായന്റെ വെള്ളം ഉണ്ടെങ്കിൽ എടുത്തേ. കൂടെ പുട്ടുണ്ടെങ്കിൽ കടലട്ടിയാലും മതി. കടലല്ലെങ്കിലോ മുതിരയാലും മതി. നമ്മളെ പെരിയിലേ കന്നെ കൊണ്ടുവരുന്ന മുതിര തിന്ന് ഞമ്മക്കതങ്ങ് ചേലായി. അല്ല ആരും നിങ്ങളെന്തോന്നും ഉണ്ടാത്ത? അതിന് മൈക്ക എന്റെ കയ്യിലല്ലേ, അത് എനിക്ക് കിട്ടിയിട്ട് വേണ്ട എനിക്ക് എന്തെങ്കിലും പറയാന്. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു പോയതല്ലേ. ബാപ്പുട്ടിയെ, എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളൂ. ഈ നമ്മളെ നിലയും വിലയും നോക്കണ്ട. പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ശരിയാക്കി കൊണ്ട ഓനും വേണ്ട ഒരു പെണ്ണ്. പഠിപ്പില്ലാന്ന് വിചാരിച്ചിട്ട് ഓനെ തള്ളാൻ പറ്റുമോ ഞമ്മക്ക്? മുതരയും പൊല്ലും ബൈക്കോലും കിട്ടി നമ്മളൊന്നും തോന്നുന്നില്ല. അല്ല, കൊറേ നേരായേ ചായക്ക് പറഞ്ഞിട്ടേ, അതുകൊണ്ടാണ്. ആചാര്യ, ഇങ്ങളെ സിദ്ദീഖിന് പറ്റിയൊരു പെണ്ണിനെ തപ്പിയെടുത്തിട്ട് ഈ ബാപ്പുട്ടിക്ക് ഉറക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യമാണല്ലോ വിദ്യാഭ്യാസം. പഠിക്കേണ്ട സമയത്ത് അതെല്ലാം ഞാൻ വില കൽപ്പിക്കാതെ വിട്ടു. പട്ടാളക്കാരനായ ബാപ്പ വീട്ടിൽ തീർത്തൊരു പാവമായിരുന്നു. ഞങ്ങൾ മക്കളെ ആരെയും ഒരു ഈർക്കലി കൊണ്ടുപോലും തല്ലിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പോകാതിരുന്നപ്പോഴും വഴക്ക് പറയാനോ തല്ലാനോ മുതിരാത്ത വാപ്പ അതെന്റെ ഇഷ്ടത്തിന് വിട്ടു. ഈ നാട്ടിലെ പഠിപ്പും പത്രാസും പറയുന്നതിനേക്കാളും എത്രയോ മുന്നിലാണ് നീ എന്നെ അങ്ങനെ സൂചിപ്പിക്കല്ല മോനെ. 2-3 സ്റ്റൂള് വേണ്ടി റംലാൻ എന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. 3-4 ഒന്നിച്ച് വന്നാ ഇരിക്കാൻ സ്റ്റൂള് കാണൂല, അതുകൊണ്ടാ. അതിനെന്താ, ഇവിടെ നിനക്കെടുക്കാലോ. ചായയും കാപ്പിയല്ലാതെ വേറെന്താ? ആനക്കിപ്പോ എന്താ വേണ്ടി? പെസ്പി ഉണ്ടോ? പെസ്പിയോ? ആനക്കിപ്പോ എസ്പിയാ? നേരെ ചൊവ്വന അച്ഛനും എനിക്ക് പോയി. ആരാണോ തൂറായി? ഞാൻ കോരാണ്. കോരൊന്നും വേണ്ട, നീച്ച് പോയോ. പിന്നെ നിർത്താ ഓന്റെ ഒരു തൂറാൻ കുത്തിരിക്കല്. കണ്ടപ്പോ പോട്ടേനി. ഇനി പെണ്ണുമായി സംസാരിക്കാട്ടോ. അതേതായാലും വേണ്ടല്ലോ. പേര് സീനന്നല്ലേ? എന്തിനാ പഠിക്കുന്നത്? MA ഫൈനൽ ഇയർ ആണ്. എന്നെ ഇഷ്ടായോ? ഈ മൗനം സമ്മതം എന്ന് കരുതിക്കോട്ടെ. സീന പഠിക്കുന്നത് എന്തിനാന്ന് എന്നോട് പറഞ്ഞു. ഇനി എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറയാം. അധികമൊന്നും പഠിച്ചിട്ടില്ല, 6ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പഠിക്കാൻ ഭയങ്കര മടിയനായിരുന്നു. എന്നാ ശരി, ഞങ്ങൾ വരട്ടെ. ശരി എന്നാ. സമയത്ത് ബിസ്ക്കറ്റ്. അതെ, ചെറുക്കിന് പെണ്ണിന് ഇഷ്ടായി, കോളടിച്ചു. സിദ്ദീഖേ, പെണ്ണിന് നല്ല പഠിപ്പുണ്ട്. ഓളെ കെട്ടുന്ന എന്റെ ഭാഗ്യടാ. എന്റെ യോഗ്യത ഓളോട് ഞാൻ പറഞ്ഞേക്കണം. കാരണം
വിവാഹബന്ധം എന്നൊക്കെ പറയുമ്പോൾ മറച്ചു വെച്ചുള്ള കാര്യം പാടില്ല. അത് നാളെ വെളിച്ചത്തായ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞത്. അന്റെ തുറന്നു പറച്ചില് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേരിപ്പിച്ചിട്ട് ഒരു കല്യാണം നടന്നു കിട്ടാൻ ഒരു കല്യാണ ബ്രോക്കർ അനുഭവിക്കുന്ന ടെൻഷൻ അന്നെ പോലത്തെ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇനിയിപ്പോ ആ പെണ്ണിന് പറ്റുമാവൂ? പറ്റൂല. എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഇന്നത്തെ കാലത്ത് 6ാം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞു നടക്കണ ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടാവോ ഈ നാട്ടില്? ഇന്ന് എനിക്ക് വല്ല കലക്ടറും ഡോക്ടറും വരുമേടി അന്നെ കെട്ടാൻ. ഓന് പഠിപ്പില്ലെങ്കിലെന്താ, നല്ല സ്വത്തും മുതലുള്ള പാപ്പാന ഓനല്ലേ, കാണാനും നല്ല യോഗ്യൻ. മോളെ ജി പറയണത് ശരിയാണെങ്കിലും അന്റെ പഠിപ്പോണ്ട് മാത്രം വല്ല കാര്യമുണ്ടോ? അതിന് പറ്റിയ ഒരാള് വന്നു കിട്ടണ്ടേ? അന്റെ ഈ കാത്തിരിപ്പ് വെറുതെ ആവൂലേ? പൊന്നും പണവും വാരിക്കോരി മകളെ കെട്ടിച്ചയക്കുന്നവർക്ക് അത് യാതൊന്നൊരു പ്രശ്നമല്ല. ഞമ്മളെ പോലത്തെ പാവങ്ങൾക്ക് ഇങ്ങനെ പണക്കാരനായ ഒരാൾ, അതും പൊന്നും പണവും വേണ്ടെന്ന് പറഞ്ഞിട്ട് വരുമ്പോ. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട്. സുന്ദരനല്ലെങ്കിലും പണക്കാരനല്ലെങ്കിലും ശരി, വിദ്യാസമ്പന്നനായിരിക്കണം. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. എടി, ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടത് പണാണ്. അതവന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു തരി സ്വർണം പോലും അവൻ ചോദിക്കുന്നില്ല. പിന്നെ 8 മുളയുള്ള സ്വർണം അവൻ ഇങ്ങോട്ട് തരികയും ചെയ്യാണ്. അതിലും കൂടുതൽ ഭാഗ്യം പിന്നെ എന്താടി? നിനക്ക് ഇഷ്ടമില്ലെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തും. മര്യാദക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ എനിക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ വളപ്പിന്ന് നീ പുറത്താണ് കൊണ്ടുവരും. ഓളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇങ്ങള് രണ്ടാളും ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളി. സന്തോഷം 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 സന്തോഷം. എന്തിനാ കഞ്ചി കിട്ടുന്നില്ല? എങ്ങോട്ട് അത്ര ധൃതിയില്? 2 ദിവസം മുമ്പ് ആരെ കാണാൻ വന്നിരുന്നല്ലോ. കല്യാണം കുറച്ചോ? ഞങ്ങള് പാവങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങനെ പെട്ടെന്ന് നടക്കുമോ? നടക്കുമല്ലോ, ഞാൻ നടത്തും. അനക്ക് പറ്റിയ പുതിയാപ്പിള ഞാൻ കൊണ്ടുവരും. എന്തേ? ശരി, ഞാൻ പോവാ. നിങ്ങള് നല്ല പുതിയാപ്പിളനെയും കൊണ്ടുവരി, ഞാൻ റെഡിയാ. നിക്ക് പോലെ അനക്ക് പറ്റിയ പുതിയാപ്പിള ഈ നാട്ടിൽ ഒരാളെ ഉള്ളൂ. അതാരാ? ഞാനേ ഞാൻ കണ്ടാലും മതി. അത് ശരി, ഇങ്ങളെ പരിപാടി ഇതാണല്ലേ? നിങ്ങൾ പ്രേമത്തില? ഇങ്ങക്കുള്ളത് ഞാൻ പറ്റത്തരാം. സലാമലൈക്കും. വാലേക്കും മുസ്സലാം. ഇറങ്ങാനുള്ള പുറപ്പാടില്ലായിരുന്നല്ലോ. ഒന്ന് ഡോക്ടറെ കാണാനായിരുന്നു. ശരി, ആ അത് പോട്ടെ, നിങ്ങളും കൂടെ കേറി. ഡോക്ടറെ പിന്നെയും കാണാലോ, നിങ്ങൾ അവിടെ ഇരിക്കും. ആ എന്താ ഡോക്ടറെ കാണാൻ പ്രത്യേകിച്ച്? ഇപ്പൊ കുറച്ചു കാലായി ഇടക്കിടക്ക് നെഞ്ഞത്തൊരു അസ്വസ്ഥത. കഴിഞ്ഞ ആഴ്ച ഒന്ന് കാണിച്ചിരുന്നു. അന്ന് ECG എടുത്തേല് ഹാർട്ടിന്റെ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു ഡോക്ടർ. ചെറുതല്ല, കുറച്ച് വലുതാ പ്രശ്നം. ഞാന് കുട്ടികളോട് ആരോടും പറഞ്ഞിട്ടില്ല. അതെന്തേ? ഓലോട് പറഞ്ഞൂടായിരുന്നോ? ഓലൊക്കെ അറിഞ്ഞോട്ടെ. എന്നിട്ട് നിങ്ങളെ കാര്യമായിട്ടൊന്ന് ചികിത്സിക്കാൻ നോക്കണം. വലിയ മോൻ ജാബിർ, ഓന്റെ ബിസിനസ് മറ്റുമായിട്ട് ഓരോ തിരക്കില. ഓന്റെ താഴെ സിദ്ദീഖ്, ഓനോട് ഇത് തീരെ പറയാൻ പറ്റൂല. ഓൻ അന്യ ആൾക്കാർക്ക് വല്ല പ്രശ്നങ്ങളും കണ്ടാൽ തന്നെ അതിന്റെ പിന്നാലെ നടക്കും. അപ്പൊ പിന്നെ ഓന്റെ ബാപ്പയായ എന്റെ അസുഖവിവരം ഓനോട് പറഞ്ഞാലും ഓനാകെ തളരും. മനസ്സിന് തീരെ ഉറപ്പില്ലാത്ത പച്ച പാവാണ് ഓന്. പഠിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് ഓനെ ഇപ്പൊ അലട്ടുന്ന വലിയ പ്രശ്നം. പൊതുവെ സ്കൂളിൽ പോവാൻ വലിയ മടിയായിരുന്നു ഓന്. ദേഹാകെ ഒരു തരം ചൊറി പിടിപെട്ട് എന്റെ കുട്ടി 1-2 കൊല്ലത്തോളം കഷ്ടപ്പെട്ടു. അത് കാരണം ഓൻ പഠിക്കാത്തവനും എവിടെയും എത്തിപ്പറ്റാത്തവനും ആയി. ഓന്റെ കാര്യത്തിലാ എനിക്ക് വലിയ സങ്കടം. നിങ്ങളിങ്ങനെ ഒരുപാട് ചിന്തിച്ചാൽ തന്നെ ഇത്ര അസുഖങ്ങൾ വർദ്ധിക്കും. ഓൻ എന്തായാലും ഒരാണല്ലേ. ഓന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. നിങ്ങൾ ബേജാറാവേണ്ടേ. ഇതൊക്കെ മാത്രാണ് ബേജാറെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതുകൂടാതെ വലിയൊരു പ്രശ്നം എന്റെ മുന്നിൽ കിടക്കല്ലേ.
ഓക്കെ സാർ. ഓ എന്നാ ബാപ്പുട്ടി, ഈ ബൈക്കൊന്നും കാണാറില്ലല്ലോ, ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. ഇങ്ങളെ വന്ന് കാണാൻ എനിക്കെവിടെ നേരം? 100 ചുറ്റുപാടുള്ള ബിസിമാനല്ലേ ഞാൻ. നിന്റെ ബിസിയൊക്കെ കുറയും മോനെ. എന്നേക്കാൾ കൂടുതൽ കല്യാണം നടത്തി കൊടുത്തത് ഈ നാട്ടുകാരനായ കോട്ടു സുലൈമാനാ. നിന്റെ രജനി സ്റ്റൈൽ കൊണ്ടൊന്നും രക്ഷയില്ല മോനെ. നിന്റെ കാര്യം കട്ടപ്പുകയാ. എന്റെ കഞ്ഞിയിൽ പാറ്റ് വീഴൂ. ഓന്റെ വിലസിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഈ നാട്ടുകാരനാ, ഓൻ വരുത്തനാ. ഈ നാട്ടിൽ ഒരു VIP യുടെ കല്യാണം നടക്കാൻ പോവല്ലേ നാളെ. നമ്മളെ സിദ്ദീഖിൻ്റെത് ഞാൻ ഉണ്ടാക്കിയ കല്യാണമായതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ വേറെ പരിപാടിയുള്ളൂ. ആ കോട്ട് സുലൈമാനെ ഞാൻ തട്ടും. വിളിക്കണ്ട, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 100 പ്രാവശ്യം പറഞ്ഞ പോലെ. സ്നേഹം കൊണ്ടൊരു മഹർമാല, സ്നേഹത്തിൻ വാടാമലർമാല. സ്നേഹം കൊണ്ടൊരു മഹർമാല, സ്നേഹത്തിൻ വാടാമലർമാല. ഓ, നിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോയതേ ഉള്ളൂ. ആരാ പെന്നോട് ഇത്ര സ്നേഹമുള്ള വേറൊരാള്? എന്റെ ഭാര്യ കൂടി എന്നോട് അങ്ങനെ പറയില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോന്നാല് ഓള് ഞോർക്കൂല്ല, ഒന്നും പറയില്ല. ഇത് പാരാപ്പോ എന്നെ പറ്റി പറയാൻ? നിന്നെ കുറിച്ചുള്ള സ്നേഹവർത്തമാനമല്ല അവൻ പറഞ്ഞത്. നിന്നെ കണ്ടാ തട്ടിക്കളയുന്നാ പറഞ്ഞത്. ഈ കോട്ട് സുലൈമാനെ തട്ടാൻ ഇത്രയും ധൈര്യമുള്ള ചുണക്കുട്ടനാരാ? ബാപ്പുട്ടി, രജനി ബാപ്പുട്ടി. സുലൈമാനെ, സുലൈമാനെ. ഞാൻ വെറും സുലൈമാനല്ല, കോട്ട് സുലൈമാൻ. നിങ്ങളെ പോലത്തെ നേരം കൊല്ലോട് സംസാരിക്കാൻ ഐ ഹാവ് നോട്ട് ഇൻട്രസ്റ്റ്.